ആൽ കഴിഞ്ഞു സൂത്രം. ആൽ കഴിഞ്ഞു സൂത്രം. ഇതിനു മുമ്പ് നിങ്ങൾ ആൽ കഴിയും സൂത്രം പഠിച്ചു കഴിഞ്ഞു. പിന്നീട് കഴിയില്ല സൂത്രം പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ആൽ കഴിഞ്ഞു സൂത്രം. ആൽ കഴിഞ്ഞു സൂത്രം കൊണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ്. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? കഴിഞ്ഞ കാലത്തിൽ ചെയ്യാൻ കഴിഞ്ഞ ജോലികളെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? കഴിഞ്ഞ കാലത്തിൽ ചെയ്യാൻ കഴിഞ്ഞ ജോലികൾ ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെ? നമ്മൾ കഴിഞ്ഞ കാലത്തിൽ ചില ജോലികൾ ചെയ്തു കഴിഞ്ഞതായിരിക്കും. എന്നാൽ ആ ജോലികളെ ഇപ്പോൾ ചെയ്യാൻ കഴിയാതെ പോയിരിക്കുമല്ലോ. അതേപോലുള്ള ജോലികളെ പറ്റി എങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്ന് നോക്കാം. ഒരു ജോലിയെ ചെയ്യുന്നതിനു വേണ്ടി പരിശ്രമിച്ചിട്ട് ചെയ്യാൻ കഴിയാതെ പോയ ജോലികൾ. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ആൽ കഴിഞ്ഞു സൂത്രം. മലയാളം വാക്യത്തിന്റെ അവസാനം വരുന്ന ചെയ്യാൻ കഴിഞ്ഞത് എന്ന വാചകം വരുമ്പോൾ കുഡ് എന്ന ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിക്കണം. കുഡ് സമം കഴിഞ്ഞു. അത് തന്നെ. പാടാൻ കഴിഞ്ഞു. എനിക്ക് പാടാൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് പാടാൻ കഴിഞ്ഞു. നിനക്ക് പാടാൻ കഴിഞ്ഞു. അവന് പാടാൻ കഴിഞ്ഞു. അവൾക്ക് പാടാൻ കഴിഞ്ഞു. അവർക്ക് പാടാൻ കഴിഞ്ഞു. സിംഗ് സമം പാടുക. കുഡ് സമം കഴിഞ്ഞു. ഐ കുഡ് സിംഗ്. എനിക്ക് പാടാൻ കഴിഞ്ഞു. ഇനിയും ചില ഉദാഹരണങ്ങൾ നെക്സ്റ്റ് പേജിൽ നോക്കാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? 16-ാമത്തെ വയസ്സിൽ എനിക്ക് അരിച്ചാക്ക് ചുമക്കാൻ കഴിഞ്ഞു. എന്നാൽ ഐ കുഡ് ലിഫ്റ്റ് എ ബാഗ് ഓഫ് റൈസ് വെൻ ഐ വാസ് 16. ഐ കുഡ് ലിഫ്റ്റ് എന്നാൽ എനിക്ക് ചുമക്കാൻ കഴിഞ്ഞു. എന്താണ് ചുമക്കാൻ കഴിഞ്ഞത് എന്നാൽ എ ബാഗ് ഓഫ് റൈസ്. എപ്പോൾ? വെൻ ഐ വാസ് 16. എന്നാൽ ഞാൻ 16 വയസ്സുകാരനായ സമയത്ത്, എന്നാൽ 16 വയസ്സിൽ ഉള്ളപ്പോൾ എനിക്ക് ചുമക്കാൻ കഴിഞ്ഞു. എപ്പോഴോ നടന്ന കാര്യം. അപ്പോൾ ചുമക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ ചുമക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുഡ് ഉപയോഗിക്കുന്നു. 16 വയസ്സിൽ എനിക്ക് അരിച്ചാക്ക് ചുമക്കാൻ കഴിഞ്ഞു. എന്നാൽ ഐ കുഡ് ലിഫ്റ്റ് എ ബാഗ് ഓഫ് റൈസ് വെൻ ഐ വാസ് 16. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ ഇംഗ്ലീഷിൽ നമ്പർ 1 എനിക്ക് പാടാൻ കഴിഞ്ഞു. എന്നാൽ ഐ കുഡ് സിംഗ്. നമ്പർ 2 എനിക്ക് പാസ് ആവാൻ കഴിഞ്ഞു. എന്നാൽ ഐ കുഡ് പാസ്. നമ്പർ 3 എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഐ കുഡ് റീഡ്. നമ്പർ 4 എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഐ കുഡ് ടോക്ക്. എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ ഐ കുഡ് സീ. നിങ്ങൾ കഴിഞ്ഞ കാലത്തിൽ ചെയ്യാൻ കഴിഞ്ഞ ജോലികളെ കുഡ് ചേർത്ത് പറയാം. നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ കാലത്തിൽ ചെയ്യാൻ കഴിഞ്ഞ ജോലികളെ പറ്റി അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളാൽ കഴിഞ്ഞ കാലത്തിൽ ചെയ്യാൻ കഴിഞ്ഞ ജോലികളെ പറ്റി കുഡിന്റെ സഹായത്തോടെ ഇംഗ്ലീഷിൽ പറയാൻ കഴിയും. അടുത്ത പാഠത്തിലേക്ക് പോകാമോ?